നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈനയിൽ നിന്നുള്ള ചില വാർത്തകൾ നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ പുതിയൊരു വൈറസ് പടർന്നു പിടിക്കുന്നു എന്നതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന പുതിയൊരു രോഗാണു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലും HMPV ബാധ എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. രാവിലെ ബംഗളൂരുവിൽ 1 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളിൽ രോഗബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്തകൾ വന്നു. ഇപ്പോൾ അഹമ്മദാബാദിൽ മറ്റൊരു കുട്ടിക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നത്. ഇങ്ങനൊരു വാർത്ത വന്നതിന് പിന്നാലെ നമ്മുടെയൊക്കെ ഫോണുകളിൽ, പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു കാർഡ് വന്നു കാണും, ഇനി പേടിക്കണം, പുറത്തിറങ്ങാൻ പേടിക്കണം എന്ന രീതിയിലൊക്കെ. കോവിഡ് കാലം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് പോവാത്തത് കൊണ്ട് തന്നെ ആ ആശങ്ക സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? IMA കോവിഡ് റിസർച്ച് സെൽ കോ ചെയർമാനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ രാജീവ് ജയദേവൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കാൻ നമ്മളോടൊപ്പമുണ്ട്. പ്രേക്ഷകർക്കും അവരുടെ സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കോവിഡ് കാലത്തൊക്കെ സ്ഥിരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, പേടിയോടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്കൊക്കെ ശേഷം വീണ്ടും ചൈനയിൽ നിന്ന് എന്ത് വൈറസ് ബാധയുടെ വാർത്ത വന്നാലും നമുക്കൊക്കെ ഒരു പേടിയാണ്. ആ സ്വാഭാവികമായി ആ പേടിയാണ്. അല്പം മുമ്പ് തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു 3 ഗ്രൂപ്പുകളിലെങ്കിലും ഇങ്ങനെ ഒരു വൈറസ് ബാധ ഇന്ത്യയിലും എത്തിയെന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ HMPV പരിശോധന നടത്തുകയാണെങ്കിൽ, വ്യാപകമായി പരിശോധന നടത്തുകയാണെങ്കിൽ എത്രത്തോളം പേരിൽ HMPV ഉണ്ടാവും? കേരളത്തിൽ ഇപ്പോൾ അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ജലദോഷം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധ രോഗവുമായി ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഈ ചോദിച്ചതുപോലെയുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ, അതായത് ഇൻപേഷ്യന്റ് ആയിട്ട് ന്യൂമോണിയയോ അതുപോലെയുള്ള പ്രശ്നങ്ങളുമായി കിടക്കുന്ന കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 6% വരെ, അതായത് 100-ൽ 3 മുതൽ 100-ൽ 6 കേസ് വരെ ഈ വൈറസ് മൂലം ഉണ്ടാകാം. മറ്റനവധി വൈറസുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ജലദോഷം മുതൽ ന്യൂമോണിയ വരെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് വിളിക്കുന്ന HMPV വാസ്റ്റ് മെജോറിറ്റി, അതായത് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വെറും മൂക്കൊലിപ്പും ജലദോഷവും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സ്പഷ്ടമായി പറഞ്ഞത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ വെറും മൂക്കൊലിപ്പുമായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള സങ്കീർണമായിട്ടുള്ളതും വിലപിടിപ്പുള്ളതുമായ ചിലവേറിയമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഡോക്ടർമാർ ചെയ്യാറില്ല. കാരണം താനെ മാറുന്ന രോഗമാണെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചിലവ് നമ്മൾ ചെയ്ത് ഈ വൈറസ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്? എന്നാൽ ചില റിസർച്ച് സെറ്റിംഗിൽ, സർവൈലൻസ് എന്നൊക്കെ പറയും, ആ റിസർച്ച് സെറ്റിംഗിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിശോധനകൾ വേണ്ടി വന്നേക്കാം. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികളിൽ ഏത് വൈറസ് ആണ് ഉള്ളത് എന്നുള്ള സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അപ്രകാരം പരിശോധന ചെയ്തപ്പോഴാണ് ബാംഗ്ലൂരിൽ ഇതുപോലെ 2 കുഞ്ഞുങ്ങൾക്ക്, 1 വയസ്സിൽ താഴെയുള്ള 2 കുഞ്ഞുങ്ങൾക്ക് ഈ വൈറസ് ഉണ്ട് എന്ന് മനസ്സിലായത്. പക്ഷെ അതിന്റെ അർത്ഥം ഈ വൈറസ് ചൈനയിൽ നിന്നും ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നു എന്നുള്ളതൊന്നുമല്ല. ചൈനയിലുമുണ്ട്, കെനിയയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, നെതർലൻഡ്സിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്. ഏത് രാജ്യത്തു നിന്നുള്ള പബ്ലിക്കേഷൻസ് നമുക്ക് എടുത്ത് നോക്കാം. പബ്മെഡിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി. എല്ലാ രാജ്യങ്ങളിലും, അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വൈറസിന്റെ സാന്നിധ്യം എല്ലായിടത്തും തന്നെയുണ്ട്. അതിന്റെ പ്രത്യേകത ഈ 3 മുതൽ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. രോഗമെന്ന് പറയാൻ സാധിക്കുകയില്ല, ഇൻഫെക്ഷൻ എന്ന് പറയാം. അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരുമായി കോണ്ടാക്ട് ഉള്ള മുതിർന്നവർക്കും ഈ ഒരു ജലദോഷ ലക്ഷണങ്ങൾ വരാറുണ്ട്. എന്നാൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിലൊന്നുമല്ല. ആസ്മ ടെൻഡൻസി ഉള്ള കുട്ടികൾ, ചില കുട്ടികൾക്ക് അവരുടെ ശ്വാസകോശത്തിന്റെ രീതി വെച്ചിട്ട് അവർക്ക് ഈ അവരുടെ എയർവേസ് എന്ന് പറയും, പെട്ടെന്ന് അവർക്ക് വലിവുണ്ട് ഉണ്ടാകാനുള്ള ടെൻഡൻസിയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ഇപ്രകാരമുള്ള HMPV മാത്രമല്ല, ഏത് വൈറസ് ഇതുപോലെ ശ്വാസകോശ വൈറസ് ബാധിച്ചാലും അവർക്ക് ചിലപ്പോൾ ഒരു ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം. അതങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല, അങ്ങനെ മരണമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇനി അതുപോലെ തന്നെ വളരെ ചുരുക്കം പേർക്ക് നേരത്തെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള 2 കുട്ടികൾക്ക് ഉണ്ടായതുപോലെയുള്ള ബ്രോങ്കോ ന്യൂമോണിയ, ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂമോണിയയാണ്. ആദ്യത്തെ കുട്ടി ആശുപത്രി വിട്ടു, സുഖം പ്രാപിച്ചു. 2ാമത്തെ കുട്ടി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ബ്രോങ്കോ ന്യൂമോണിയ.
പഠനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് വരെ 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ, കുട്ടികളുടെ നമ്മുടെ സ്രവം, അതായത് സീറം ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുൻകാലങ്ങളിൽ ഈ HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഈ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് 100% എന്നാണ് പറയുന്നത്. 90 to 100% കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്, നമ്മൾ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചൈനയിൽ എന്തോ സംഭവിക്കുന്നു, അടുത്ത ദിവസം നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി കേൾക്കുമ്പോൾ നമുക്ക് കോവിഡിന്റെ ഓർമ്മകളാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ ഈ രോഗം കണ്ടെത്താനാകുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, എങ്കിലും കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഇത്ര മെച്ചപ്പെട്ട ആയതുകൊണ്ടും മറ്റുമൊക്കെയാണ് നമ്മളിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി അല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപറ്റിയുള്ള വിജ്ഞാപനം ICMR തന്നെ അതേപ്പറ്റി ഇന്നുള്ള അപ്ഡേറ്റ്സ് അടക്കം അവരൊരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന്റെ രത്ന ചുരുക്കം ഇതാണ്: പേടിക്കേണ്ട കാര്യമില്ല, ഇത് പുതിയ വൈറസ് അല്ല, പണ്ടുകാലം മുതലുള്ളതാണ്. അത് ബാംഗ്ലൂരിൽ പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് ഇവർക്ക് കണ്ടെത്താനായത്. ഇത് ചൈനയിൽ നിന്നും വന്നതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല. ഈ കുട്ടികൾക്കോ അവരുടെ ബന്ധുക്കൾക്കും ഈ ഫോറിൻ ട്രാവൽ, വിദേശയാത്രയുടെ ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും, നമുക്കറിയാം കേരളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് പ്രവാസികളുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണാണ്. അപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പൊ അവരൊരു വൈറസ് കൊണ്ടുവരുമോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, നമ്മളോടൊപ്പം പ്രേക്ഷകരും കൂടെ ചേരും. അവർക്കും സംശയങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ പേടി ഉണ്ടാവുന്നത് സ്വാഭാവികവുമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലും ജലദോഷമോ അല്ലെങ്കിൽ ചുമയോ പനിയോ ഒന്നുമില്ലാതെയല്ല ഈ ഒരു വിന്റർ സീസൺ കടന്നു പോകുമ്പോഴത്തേക്ക് എന്തായാലും ഉറപ്പായും ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവും. ഇത് എപ്പോൾ ഡോക്ടറെ കാണിച്ചൊരു കുറച്ച് ഗൗരവമുള്ളൊരു ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയിക്കണം. അതായിരിക്കുമല്ലോ ഏറ്റവും പ്രാഥമികമായ സംശയം. എപ്പോ അവഗണിക്കണം, എപ്പോ ഇതിനെ പരിഗണിക്കണം? നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം, ഈ കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ജലദോഷത്തിന്റെ ലക്ഷണവും നിസ്സാരമല്ലാത്തതിന്റെ ലക്ഷണവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നിസ്സാരമായിട്ടുള്ള ജലദോഷം കുഞ്ഞുങ്ങൾക്ക് 2 വർഷം 2-3 തവണ വന്നു പോകുന്നതാണ്, നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുള്ളതുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. കുഞ്ഞ് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞാണെങ്കിൽ അതിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണ രീതിയാണ് അതിനകത്ത് പ്രധാനമായും വരുന്നത്. അല്ലെങ്കിൽ കുഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഛർദി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട്, നെഞ്ച് ഇങ്ങനെ അമരുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ, എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും പതിവിൽ നിന്നും എന്തെങ്കിലും മാറ്റം തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് സമീപിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് ഇടയ്ക്ക് ചില കോൾ കൂടി വരും. ഞാൻ അപ്പോൾ ഒന്ന് ദയവ് ചെയ്ത് ഇടപെടും, അത് ക്ഷമിക്കണം. ഇപ്പോൾ ആലക്കോട് നിന്ന് തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ശ്രീ തങ്കച്ചൻ, ഇപ്പോൾ നമുക്ക് വാർത്തകളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെയൊക്കെ ഇതൊക്കെ വരുമ്പോൾ പേടിയുണ്ടാവും. എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? എന്റെ അമ്മയ്ക്കൊരു വിറയൽ, കൈക്ക് വല്ലാണ്ട് വിറയലുണ്ട്. അപ്പൊ ആ വിറയൽ എങ്ങനെ ഒന്ന് മാറ്റാം, അത് പിന്നെ മാറുമോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്, താങ്കൾ TV കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ HMPV എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധയെക്കുറിച്ചുള്ള ആശങ്കയൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ്. ഇത് ഒരു ആരോഗ്യ വിദഗ്ധൻ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായി എന്താണ് ഈ അസുഖം എന്ന് നോക്കിയ ശേഷം മരുന്ന് തീരുമാനിക്കേണ്ട, ചികിത്സ തീരുമാനിക്കേണ്ട ഒരു അസുഖമാണ്. അതുകൊണ്ട് താങ്കൾ ദയവ് ഇത് ക്ഷമിക്കണം. ഈ രോഗവുമായി ബന്ധപ്പെട്ടോ, ഈ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ടോ, രോഗമല്ല അതൊരു വൈറസ് ബാധയാണ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ കൊച്ചുമോക്ക് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേശം പച്ചവെള്ളവും തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു പെട്ടെന്നൊരു ജലദോഷവും പിന്നെ അവർക്ക് പെട്ടെന്ന് പിന്നെ ഇത് കുറയുന്നുണ്ട്. അതിനെന്തെങ്കിലും പറയാനുണ്ടോ? ചില കുട്ടികൾക്ക് ഇങ്ങനെയാണ്, തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. പക്ഷെ കുഞ്ഞ് സാധാരണ രീതിയിൽ നടക്കുന്നു, കളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അമിതമായിട്ടുള്ള പനിയൊന്നും ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് പുതിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ശരി, നന്ദി ശ്രീ തങ്കച്ചൻ വിളിച്ചതിന്.
ഡോക്ടർ, അപ്പോൾ ഈ കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനൊരു സീസണിൽ നമുക്കെപ്പോഴും അറിയാം ഈ സമയത്ത് പകൽ ചൂടുണ്ട്, രാവിലെയും രാത്രിയും നല്ല തണുപ്പുണ്ട്. ഈ ഒരു സീസണിൽ ഈ HMPV എന്നല്ല ഏതൊരു വൈറസ് ബാധയും പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ഈ സീസണിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത്, ഇതിനെ എങ്ങനെ നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം സീസണിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ചൈനയിലെ അതിശൈത്യത്തെ പറ്റി പറഞ്ഞു. ശൈത്യകാലം ആയതുകൊണ്ട് അവിടെ ധാരാളം എല്ലാ വർഷവും തന്നെ ഡിസംബർ മാസം ആകുമ്പോഴേയും ആശുപത്രികൾ ഫുൾ ആകാറുണ്ട്. അത് ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് കേട്ടോ, ഇൻ പേഷ്യന്റ് ആയിട്ടല്ല. ഈ ജലദോഷവുമായി വരുന്ന വ്യക്തികളുടെ ചികിത്സ കൊണ്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷ്വൽസ് വിഷ്വൽസ് നമ്മൾ കണ്ടല്ലോ. ഇങ്ങനെ ആശുപത്രികളിൽ നിരവധി പേർ മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് വരുന്നു, IV ഡ്രിപ്പ് എടുക്കുന്നു. അപ്പോൾ അത് ചൈന മറ്റേ കോൾഡ് കൺട്രീസ്, അതിശൈത്യം നിലവിലുള്ള രാജ്യങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ആ സമയത്താണ് ഈ HMPV പോലെയുള്ള വൈറസുകൾ കൂടുതലും തലപൊക്കാറുള്ളത്. എന്നാൽ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ശൈത്യകാലം എന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ശൈത്യകാലത്ത് മാത്രമാണ് ഈ വൈറസ് വരുന്നത് നമ്മൾ തിരിച്ചറിയരുത്. കേരളത്തിന് സമാനമായിട്ടുള്ള കാലാവസ്ഥയുള്ള പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും മഴക്കാല സീസണിൽ ഇപ്രകാരമുള്ള വൈറസുകൾ ഇൻക്ലൂഡിംഗ് HMPV, അതായത് ഈ മെറ്റന്യൂമോ വൈറസ് കണ്ടെത്തിയതായിട്ട് പഠനങ്ങൾ, പബ്ലിഷ് സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിസംബറോ അല്ലെങ്കിൽ ജനുവരിയിലോ മാത്രമാണ് ഇവിടെ ചൈനയിൽ ഉണ്ടാകുന്ന പോലെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് ചിന്തിക്കരുത്. അതാണ് ആ സീസണാലിറ്റിയുടെ പ്രത്യേകത. ഈ രണ്ടാമത്തേത്, ഏതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് നമുക്ക് ജലദോഷം, ചുമ, അങ്ങനെ ആ രീതിയിൽ വ്യാപിക്കുന്ന വൈറസുകൾ ഉണ്ടല്ലോ, ഈ വൈറസുകളുടെ വ്യാപനത്തെ തടയാനുള്ള പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മാർഗം, അവനവന് ജലദോഷമോ അതുപോലെയുള്ള ലക്ഷണങ്ങളോ ചുമയോ മറ്റോ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം നന്നേ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓഫീസിൽ പോകാതിരിക്കുക, സ്കൂളിലെ കുട്ടിയെ വിടാതിരിക്കുക, ബന്ധുവീടുകളിലും മറ്റും സന്ദർശനം ഒഴിവാക്കുക, കല്യാണത്തിനും മറ്റും പോകുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പോകാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ സ്പ്രെഡ് നല്ലതുപോലെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, നമ്മളൊരു പൊതുസ്ഥലത്ത് പോയിട്ട് വരും, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വരികയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. ആ സമയത്ത് പൊതുവെ മലയാളികൾ എല്ലാവരും തന്നെ ഒന്ന് മുഖം കൈയെല്ലാം കഴുകുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുളിക്കുകയോ മറ്റും ചെയ്യും. അത് നല്ല ശീലമാണ്. കാരണം നമ്മുടെ വിരൽത്തുമ്പുകൾ സ്പർശിക്കുന്ന പല പ്രതലങ്ങളിലും ഇപ്രകാരമുള്ള വ്യക്തികളുടെ സ്രവങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കാനും അവയിൽ രോഗാണുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുമ്മുക, അല്ലെങ്കിൽ ചുമയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ കൈ മലിനമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള പല രോഗാണുക്കളും ഇങ്ങനെയുള്ള സ്റ്റെയർ കേസിന്റെ റെയിലിംഗ്, ബസിന്റെ കമ്പി, സീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടർ മൗസ്, അതിന്റെ കീബോർഡ്, ഇതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ, പബ്ലിക് സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഒന്ന് കൈ കഴുകുന്നത് സോപ്പ് ഉപയോഗിച്ച്, അങ്ങനെ വളരെ കാര്യമായിട്ട് കഴുകുന്ന കാര്യമല്ലെങ്കിലും ഒന്ന് നീറ്റായിട്ട് വെക്കുന്നത് ഗുണം ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ല രീതിയിൽ ഈ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ഒരു സ്പ്രെഡ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ അവധിക്കാലമായിരുന്നു, ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ട്. എങ്കിലും നിരവധി വിസിറ്റേഴ്സും മറ്റും പല സ്ഥലത്തുനിന്നും കേരളത്തിലേക്ക് വരുന്ന അവസരമാണ്. അപ്പോൾ ചിലപ്പോൾ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഡോക്ടർ, ഈ ചൈനയിൽ നിന്നുള്ളൊരു വൈറസ് എന്നതാണല്ലോ സത്യത്തിൽ ഇത് ഇത്രയും പേടിക്കാനുള്ള കാരണം. പക്ഷേ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു രോഗത്തിൻ്റെ സ്ഥിരീകരണം അല്ലെങ്കിൽ WHO അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ അപ്പോഴും നമ്മൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമൊക്കെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യം തൊട്ടേ പറയുന്നത്. അതായത് ജാഗ്രത പുലർത്തുന്നുണ്ട്. കേരളത്തിലായാലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു, പ്രവാസികൾ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതൊരു സാധാരണ രീതിയിലുള്ള അസുഖമാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു ജാഗ്രതയിലേക്ക് പോകാനുള്ളൊരു കാരണം എന്താണ്? ഇപ്പോൾ ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കപ്പിൾ ഓഫ് സ്റ്റെപ്സ് ബാക്ക്. നമ്മൾ ഈ വിവരങ്ങൾ വായിക്കുന്നത് കൂടുതലും മിക്കവരും തന്നെ നമ്മുടെ ഫോൺ സ്ക്രീനിലാണ് ഇത്തരം വിവരങ്ങൾ വായിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന ഫോർവേഡുകളാണ്. അപ്പോൾ ഈ വിഷ്വൽസ്, അതായത് ചെറിയ വീഡിയോ ക്ലിപ്പുകൾ, അല്ലെങ്കിൽ ചിത്രങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, മീംസ്, ഇതൊക്കെയാണ് നമ്മൾ കാണുകയും ചൈനയിൽ എന്തോ സംഭവിക്കുന്നു എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതാരാണ് ഇത് എഴുതിയത്? ഈ വിഷ്വൽസ് കണ്ടത് ശരി, എന്നാൽ ഈ വിഷ്വൽസിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ വിവരണം, അത്
കൃത്യമാണോ അതോ അത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു വിവരണമാണോ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഏതെങ്കിലും ഒരു തിരക്കുള്ള ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഇവിടെ പുതിയൊരു രോഗം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് നമ്മൾ ഒരു തലക്കെട്ടോടു കൂടി എഴുതുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു വൈറൽ വീഡിയോ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഭാസം ചൈനയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് അത് ചൈനയിൽ മാത്രമാകണമെന്നില്ല. ഇപ്രകാരമുള്ള ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ എന്ന് പറയാൻ പറ്റിയല്ല, വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അനവധി യൂട്യൂബ് ചാനലുകൾ ഇന്ന് നിലവിലുണ്ട്. അവ ചൈനയിൽ ഉണ്ടാകണമെന്നില്ല. പല രാജ്യങ്ങളെ പറ്റിയും തെറ്റായതും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആരോഗ്യ സംബന്ധവും അല്ലാതെയുള്ള വിവരങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ചാനലുകളുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഈ വിഷ്വൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവര് മുതലാക്കുകയും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുക്കുകയും എന്തോ പുതിയ സംഭവം ഉണ്ടായി എല്ലാവരും പേടിക്കണം എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഭയം ആസ് എ സെല്ലിംഗ് പോയിന്റ് അല്ലെ? ഭയപ്പെടുന്ന വാർത്തകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അത്യാവശ്യം കേരളത്തിൽ തന്നെ എല്ലാ വീടുകളിലും തന്നെ ഈ വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് ടെലിഫോൺ ലൈനിലുണ്ട്. മുഹമ്മദ് ചോദിച്ചോളൂ. മുഹമ്മദ് കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദിക്കാനുള്ളത്? അല്ല, ഇപ്പം പത്രവാർത്ത ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വൈറസ് ചൈനയിൽ ഉണ്ടെന്ന്. പക്ഷെ ഇതിന്റെ പ്രാഥമിക ലക്ഷണം എന്താണെന്ന് ഇതുവരെ ഒരു വ്യക്തി, ഇപ്പം ജലദോഷത്തെ കുറിച്ചാണ് ഇപ്പൊ സാർ ഇത്രയും സമയം പറഞ്ഞു. ജലദോഷം മാത്രമാണോ ഇതിന്റെ ലക്ഷണം? ഇതിപ്പോ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ ആണ് ഇത് ആഘോഷിക്കുന്നത്. ഇത്തരം ഒരു വൈറസ് ചൈനയിൽ ഉണ്ടെന്നും ജനങ്ങൾ അവിടെ അത്രമാത്രം പോപ്പുലേഷൻ ആശുപത്രികളിൽ തിങ്ങി നിറയുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ആരോഗ്യ വിഭാഗം തന്നെ അങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് ഇതുവരെ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല, പ്രധാനമായും കാണുന്നില്ല. ഇത് ഒരു എന്നാ പറയണ്ട, ഒരു വാക്സിനേഷൻ അത്തരം ഒരു ലോബി ആണോ ഇതിന്റെ പിന്നിൽ എന്നതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാനും ഇതിന്റെ പ്രാഥമിക ലക്ഷണത്തെ കുറിച്ച് അറിയാനാണ് ഒന്ന് വിളിച്ചത്. ഇപ്രകാരം ഒരു ലോബി ഈ ഒരു രോഗത്തിന്റെ പിന്നിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് അല്ല. മിക്കവാറും ജലദോഷ രോഗങ്ങൾ ഒന്നും തന്നെ വാക്സിൻ ഇല്ലാത്ത രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല ഈ HNPV-ക്ക് വാക്സിൻ നിലവിലില്ല എന്നുള്ളതാണ്. മൃഗങ്ങളിൽ മാത്രം പരീക്ഷിച്ചിട്ടുള്ള വാക്സിനാണ്. മനുഷ്യരിൽ വാക്സിൻ അവൈലബിൾ അല്ല. മാത്രമല്ല അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ഡിബേറ്റബിൾ ആണ്. അപ്പോൾ വാക്സിൻ ലോബി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്രോതസ്സുകൾ നോക്കുകയാണ്. ചൈനയ്ക്ക് CDC ഉണ്ട്, അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പ്രാബല്യത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ വളരെ വിശദമായിട്ട് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള പ്രബന്ധങ്ങൾ പബ്മെഡ് എന്നുള്ള നമ്മുടെ സയന്റിഫിക് അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ, വെറും ഗൂഗിൾ അല്ല, ഗൂഗിൾ സ്കോളറിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പല രോഗങ്ങളുടെയും പല രീതികൾ പബ്ലിഷ് ചെയ്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് നമുക്കറിയാം മിക്കവരും തന്നെ നമ്മൾ റോഡിൽ കൂടെ പോയാൽ തന്നെ റോഡിൽ കൂടെ നടക്കുന്ന എല്ലാവരും തന്നെ മൊബൈൽ നോക്കി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് റോഡിൽ കൂടെ നടക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാണിക്കുന്നു അതെല്ലാം വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് ഈ ലോകത്ത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അത് തെറ്റാണെന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഡു നോട്ട് ബിലീവ് എവറിത്തിങ് യു സീ ഓൺ സോഷ്യൽ മീഡിയ. കാരണം ഈ കാണിക്കുന്നതിന് പിന്നിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പല ലോബികൾ ഉണ്ടാകാം. ചിലപ്പോൾ ചില രാജ്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ലോബികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്ത് വേണം വായിക്കാനായിട്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നല്ല ഒന്നാന്തരം ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവിഷനുണ്ട്, നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആരോഗ്യ വകുപ്പിൽ നിന്നും വളരെ വിശദമായിട്ടുള്ള കുറിപ്പുകൾ, ആരോഗ്യമന്ത്രിയുടെ അടക്കമുള്ള കുറിപ്പുകൾ നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്കിൽ വായിക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും വായിക്കുന്നതിന് പകരം അവിടുന്നും ഇവിടുന്നുള്ള വിഷ്വൽസ് നമ്മൾ ഫോർവേഡ് ചെയ്യരുത് എന്നുള്ള ശക്തമായ സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ജാഗ്രത വേണമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത് ഇത്തരം ഒരു സത്യാവസ്ഥയാണോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ശരി മുഹമ്മദ്. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് അത്ര ഒരു നിസ്സാര അണുബാധയാണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഏത് സാഹചര്യത്തിലാണ് വന്നത്? അത് തന്നെയാണ് തോന്നുന്നു മുഹമ്മദിന്റെയും സംശയം. ജാഗ്രത എന്നുള്ളത് ആപേക്ഷിതമായിട്ടുള്ള ഒരു വാക്കാണ്. ഇപ്പൊ റിസർച്ച് സെറ്റിംഗിൽ ജാഗ്രത എന്ന് പറയുന്നത് സർവൈലൻസ് എന്ന് പറയും. ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു വിജ്ഞാപനം പറയുന്നുണ്ടാവും, അടുത്ത ഒരാഴ്ചയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു റെസ്പിറേറ്ററി ഇൽനെസിന്റെ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധ രോഗത്തിന്റെ ഒരു കണക്കെടുക്കാം എന്ന് പറയുന്ന ഒരു ജാഗ്രത തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു അമിതമായിട്ട് ഒരു പുതിയ രോഗമുണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ
ഇപ്പോൾ പൊതുവെ കോൾഡ്, അതായത് കുറച്ചുകൂടെ തണുപ്പുള്ള സമയമാണ്, ഒരുപാട് പേർ വരികയും പോവുകയും ചെയ്യുന്ന സമയമാണ്. അപ്പൊ സാർവത്രികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് നേരത്തെ ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളത് ഈ പ്രോഗ്രാം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ്. തീർച്ചയായും. ഡോക്ടർ, ഇപ്പോൾ മഹാരാഷ്ട്രയും ഡൽഹിയും, അത് പ്രത്യേകിച്ചും ഡൽഹിയിൽ ഇപ്പോൾ അതിശൈത്യത്തിൻ്റെ സമയമാണ്, നമ്മൾ കാണുന്നുണ്ട് ഫോഗ് ഭയങ്കര കൂടുതലാണ്. ആ രീതിയിൽ സാധാരണഗതിയിൽ തന്നെ ഡൽഹിയിലൊക്കെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ അത്തരം മേഖല, നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അല്പം കൂടി സമാധാനിക്കാം, കുറച്ചുകൂടി കാലാവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ അതിശൈത്യം എന്ന് പറയുന്നത് പൊതുവെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ എത്ര കണ്ട് കൂട്ടും. അങ്ങനെ ഒരു സമയത്ത് ഈ യാത്രകൾ കൂടുതലുള്ള, അല്ലെങ്കിൽ യാത്രികർ കൂടുതൽ വന്നു പോകുന്ന സ്ഥലം എന്ന നിലയ്ക്ക് നമുക്കൊരു എക്സ്ട്രാ കോഷൻ എടുക്കേണ്ടതുണ്ടോ? അതെ, ഈ അതിശൈത്യവുമായി ബന്ധപ്പെടുത്തി പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശൈത്യം കൂടുമ്പോൾ ജനങ്ങൾ പൊതുവെ ഇൻഡോർ ആയിരിക്കും, അകത്തളങ്ങളിലായിരിക്കും അവർ സമ്മേളിക്കുക. അപ്പോൾ അകത്തളങ്ങളിൽ ചെറിയ സ്ഥലങ്ങളാവുമ്പോൾ, അതുപോലെ വായുസഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആർക്കെങ്കിലും ഒരു അണുബാധ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഡ്രോപ്ലെറ്റ് സ്പ്രെഡ്, എയറോസോൾ സ്പ്രെഡ്, അങ്ങനെയുള്ള പല ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിനകത്ത്. എങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൈത്യകാലത്ത് കാണുന്ന ഓവർ ക്രൗഡിങ്, ഇൻഡോർ ഓവർ ക്രൗഡിങ് ആണ് ഈ സ്പ്രെഡിങ്ങിന്റെ പ്രധാനപ്പെട്ട റീസൺ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാവുന്ന 1-1.5 മാസ്കുകൾ നമുക്ക് ലഭ്യമാണ്. ഞാനും ഇപ്പോഴും അങ്ങനെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ അകപ്പെടുകയാണെങ്കിൽ ഞാൻ മാസ്ക് വെച്ചിട്ടേ നിൽക്കുകയുള്ളൂ. വളരെ തിരക്കുള്ള സ്ഥലമാണ്, ഞാൻ മാസ്ക് പോക്കറ്റിലുണ്ടാവും, എടുത്ത് വയ്ക്കും. അത് റിസ്ക് ഉള്ള സാഹചര്യത്തിൽ മാറി നിൽക്കുമ്പോൾ അത് മാറ്റിവെക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹാൻഡ് വാഷിംഗ് ഇസ് എഫക്റ്റീവ്. എല്ലാവിധ റെസ്പിറേറ്ററി ആൻഡ് ഫുഡ് റിലേറ്റഡ് ഡിസീസസ് അതിനെ ചെറുക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് വെറും ഹാൻഡ് വാഷിംഗ്. സാധാരണ സോപ്പ് ഉപയോഗിച്ച്, ഫാൻസി സോപ്പിന്റെ ആവശ്യമില്ല, സാധാരണ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫുഡ് പോയ്സണിങ്ങിനെ പറ്റി ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും കൂടെ ചേർത്ത് പറയുകയാണ്. പിന്നെ ഉള്ളത് ഈ അനുബന്ധ രോഗങ്ങളുള്ള വ്യക്തികളാണ്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ വളരെയധികം ഫ്രെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവരെ നമ്മൾ എല്ലാവരും സംരക്ഷിക്കാറുണ്ട്, അല്ലെ? വീട്ടിലേക്ക് അങ്ങനെയുള്ളവരെ കഴിവതും പനിയുള്ളവർ അല്ലെങ്കിൽ ജലദോഷമുള്ളവർ സന്ദർശിക്കാതിരിക്കുക. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ കോവിഡ് കാലത്ത് നല്ലതുപോലെ പഠിച്ചിരുന്നു. അത് നമ്മൾ ഉത്തരവാദിത്തോടു കൂടി പെരുമാറുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രായം ചെന്ന പലരും ഇന്നും ജീവനോടെ ഇരിക്കുന്നത്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്രകാരമുള്ള ഒരു ന്യൂസ് സ്റ്റോറി. അതായത് നമ്മൾ ഒരാൾക്ക് കഴിവതും നമ്മൾ ഇൻഫെക്ഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. പലപ്പോഴും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്ടർ കണ്ണൂരിൽ നിന്ന് ജോബി ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, എല്ലാ രോഗങ്ങളും ചൈനയിൽ നിന്നാണല്ലോ, വൈറസുകളും ചൈനയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പം നിലവില് ഈ ചൈന ഇത് പ്രത്യേകം നിർമ്മിച്ച് വിടുന്നതാണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, കുട്ടികളിലൂടെയാണ് ഈ വൈറസ് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് ജലദോഷം ഉണ്ടാകുന്നതല്ലേ? ഇത്ര നിസ്സാരമായി കാണേണ്ട രോഗം ഇത്ര വലിയ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രോഗം ഇത് നിസ്സാരമായ രോഗം തന്നെയാണ്. ചർച്ചയാകാനുള്ള കാരണം തന്നെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ കണ്ട ആൾക്കാരെ ഭയന്നത് കൊണ്ടാണ്. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളും ചൈനയിൽ നിന്നും അല്ല പൊട്ടിപ്പുറപ്പെടുന്നത്. വാസ്തവത്തിൽ കോവിഡ് എന്നുള്ള രോഗം ശരിയാണ്, സാഴ്സ് എന്നുള്ള രോഗം അവിടെ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മഹാമാരികൾ പലതും പല രാജ്യങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇബോള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ്, വവ്വാലുകളിൽ നിന്നും വരുന്ന ഒരു രോഗമാണ്. ഈ ഇബോള വന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ നിപ്പ വൈറസ്, അല്ലെ? പലയിടത്തും നമുക്ക് കേരളത്തിൽ നിന്നും സ്പെയിനുമായിട്ടുള്ള നിപ്പ വൈറസ്, അങ്ങനെ പല വൈറസുകളും പല സ്ഥലങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, വായിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉറപ്പിച്ച് പറയാൻ കൂടി വേണ്ടിയാണ് ഡോക്ടറെ ഇത്ര വിശദമായി സംസാരിക്കാനായി നമ്മൾ വിളിച്ചതും. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു കാണും ഇപ്പോൾ തന്നെ ഇന്ത്യയിലും ഈ തരത്തിൽ HMPV വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആശങ്കയുടെ ഒരു സാഹചര്യമുണ്ട് എന്ന രീതിയിലൊക്കെ സന്ദേശങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോണിൽ വന്നു കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ HMPV വൈറസ് എന്ന് പറയുന്നതിനെ യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ജലദോഷ
ജലദോഷവും പോലെയുള്ള ഏത് അസുഖങ്ങളും വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചാൽ നമുക്ക് ആരോഗ്യപരമായി തന്നെ ഇരിക്കാം. യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് IMAയുടെ റിസർച്ച് സെല്ലിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ രാജീവ് ജയദേവൻ ഇത്ര വിശദമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. വളരെ നന്ദി ഡോക്ടർ. വളരെ ക്ലിയറായി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു തന്നതിനും പേടിക്കാതെ ഇപ്പോൾ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞതിനും താങ്ക് യു സോ മച്ച്. ഇത് ഉറപ്പിച്ച് പറയുകയാണ്, ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ ഇടയിൽ സ്ഥിരമായി വന്നു പോകുന്ന ഒരു അസുഖമാണ് HMPV. സാധാരണഗതിയിൽ ഇതിൽ നമ്മൾ പ്രത്യേക പരിശോധനകൾ നടത്താറില്ല. പക്ഷേ ഇങ്ങനെയൊരു വൈറസ് വ്യാപിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഈ വൈറസിനെ കുറിച്ചുള്ള പരിശോധന അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ പരിശോധന കൂടി നടത്താൻ ലാബുകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഇത്തരം കേസുകളെക്കുറിച്ച് കേട്ടേക്കാം. കൂടുതൽ കുട്ടികളിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ അറിയേണ്ടത് അത് സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അണുബാധയല്ല എന്നതാണ്. ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.